എന്താ കഴിക്കുന്നേ? വട്ടിനുള്ള ഗുളിയാ. നീ വന്ന് ഇരുന്നേ. വന്നിട്ട് കുറെ നേരം ആയോ? ഇരുന്നിരുന്ന് മനുഷ്യന്റെ കാലിൽ നിന്ന് വേര് കളിച്ച്. നീ ഒരു മിസ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുന്നേൽക്കത്തില്ലായിരുന്നോ? അതൊന്നും സാരില്ലൂടെ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലി ആടോ എൻ്റെ. വെളുപ്പ് രാവിലെ തന്നെ വെളുപ്പ്. ഒന്ന് പോടേവേ. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വാ എഴുന്നേക്ക്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഡീ, നമ്മുടെ കാര്യം എങ്ങനെയാ? ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കട്ടെ? അടിപൊളി. ക്രിസ്ത്യാനികളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടാൻ പറ്റുന്നില്ല, പിന്നെ ഹിന്ദുവായ നീ. അപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കേണ്ട എന്നാണോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ബട്ട് റിയാലിറ്റി വേറെയാണ്. അപ്പോൾ നീ എന്നെ നൈസായിട്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. നീ ഇപ്പൊ വാ. മോനെ എവിടെ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ? പ്രശ്നം വല്ലതും ഉണ്ടോ മോനെ? കറക്റ്റ് സമയത്ത് മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ. വാ കയറ്. ഇന്നിത്തിരി നേരത്തെയാണല്ലോ. ഒന്ന് ഞാനങ്ങ് ലീവ് എടുത്തന്നേ. പതിവില്ലാതെ എന്താ ഈ വഴി? ഇതധികം തിരക്കില്ലാത്ത വഴിയാ. നിനക്ക് പോയിട്ട് വല്ല അത്യാവശ്യം ഉണ്ടോ? എനിക്കിന്ന് നേരത്തെ വീട്ടിൽ പോണം. എന്താ മുഖത്തൊരു ഭാവ വ്യത്യാസം? ഒന്നുമില്ല, നിന്റെ തോന്നല. എന്താ ഇവിടെ നിർത്തിയേ? നീ ഇറങ്ങുന്നേ. രണ്ട് വർഷമായി. നീയല്ലേ തീരുമാനിക്കാന്ന് പറഞ്ഞേ. വാ തീരുമാനിക്ക്. മമ്മക്ക് ഇന്നെല്ലാം തീരുമാനിക്കാം. ഡാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ബട്ട് എന്റെ വീട്ടുകാർ പറയുന്ന പോലെ ഇമോഷൻസ് മാറാ. ഇതെന്താ? നിനക്ക് ചിരി വന്നാലല്ലേ നീ ചിരിക്കൂ. അതേപോലെ തന്നെയല്ലേ ഇതും. അതൊക്കെ സത്യമാണ്. എന്റെ പൊന്നു രാഘവ, ഒന്ന് വാ. സേറ, ഇങ്ങനെ പോയി ശരിയാവത്തില്ല. ഐ നീഡ് എ സ്ട്രോങ് ആൻസർ. നീ എന്നെ പറ്റിക്കുകയാണോ? സ്നേഹിക്കുന്നവരെല്ലാം കെട്ടാൻ പറ്റുമോ? എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക രാഹുൽ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എനിക്ക് നീയുമായുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. ഓക്കെ, എന്നാ നമുക്ക് പോകാം.